ഗുഡ് മോർണിംഗ്. എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് രണ്ട് ദിവസം ശരിക്കും പറഞ്ഞാൽ ഒരു 4 ദിവസമായിട്ടോ നമ്മൾ ഓടാൻ ഇറങ്ങിയിട്ട്. കാരണം നമുക്ക് പനിയൊക്കെ പിടിച്ച് ആകെ ഇതായിപ്പോയി. അപ്പൊ പനിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് കുഴപ്പമില്ല, എന്നാലും നമ്മൾ മാസ്ക് ഒക്കെ വെച്ചോണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ ഒരുപാട് ലീവെടുക്കാൻ പറ്റത്തില്ലല്ലോ, പേയ്മെന്റ് ഒക്കെ അടക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പൊ നമ്മള് പതുക്കെ വീഡിയോയിലോട്ട് പോകാൻ വരുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കുണ്ടന്നൂര് പമ്പിലാണ് കേട്ടോ. CNG ഇല്ലായിരുന്നു, അപ്പൊ CNG അടിച്ചിട്ട് ഓണാക്കാന്ന് വിചാരിച്ച്. 2 കട്ടേ ഉള്ളൂ. അപ്പൊ നമ്മള് CNG അടിക്കാൻ വേണ്ടി കുണ്ടന്നൂര് പമ്പിൽ കയറിയേക്കാണ്. അപ്പൊ നമുക്ക് പതുക്കെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമുക്ക് ഓരോന്ന് ഓണാക്കാം കേട്ടോ. അപ്പൊ നമ്മള് ഒലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതൊക്കെ നമ്മുടെ ചാൻസ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വണ്ടി കയറ്റി വിട്ടിട്ട് ഗ്യാസ് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഓണാക്കാം കേട്ടോ. ഓണാക്കാന്ന് വിചാരിച്ചായിരുന്നു, അപ്പൊ വണ്ടി മാറ്റിയിടാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഞാൻ ഏതായാലും പനി പിടിച്ച് പെട്ട്. നിങ്ങളെല്ലാരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഓൺലൈനിൽ പോവാണ് കേട്ടോ. നമ്മളിപ്പോ CNG അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ഓൺലൈനിൽ പോവാം. ആദ്യം നമുക്ക് ഒല ഓണാക്കാം കേട്ടാ. ഒല ഓണാക്കിയിട്ടുണ്ട്. അടുത്ത് യാത്രി എല്ലാം ഇട്ട് ഓടുന്നുണ്ട്. ഇപ്പൊ നമ്മള് 4 ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം യൂബറിൽ തീരെ ഓട്ടം കുറവാണ്. കൂടുതലും ഇപ്പൊ യൂബറിൽ മാച്ച് ട്രിപ്പാണ് വരുന്നത്. അതാണെങ്കിൽ കിട്ടുന്നുമില്ല കേട്ടാ. ഞരങ്ങി മൂളിയാണ് 1000-1500 എത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മള് ഒലയും യാത്രയും കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് യാത്രി ഓണാക്കിയിട്ടുണ്ട്, ഒല ഓണാക്കി. ഇനി റാപ്പിഡോ കൂടെ ഓണാക്കിയിട്ടുണ്ട്. യൂബർ അങ്ങനെ റെഗുലർ ആയിട്ട് ഓണാക്കാറില്ല. എവിടെയെങ്കിലും ട്രിപ്പ് കിട്ടാണ്ട് ചെല്ലുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് യൂബർ ഓണാക്കാറ്. കാരണം യൂബറിന് പൊതുവെ റേറ്റും കുറവാണ്. ഇപ്പൊ വരുന്ന ട്രിപ്പ് ഒന്നും കിട്ടാറുമില്ല. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ പിന്നെ റേറ്റ് ഉണ്ട്, കുഴപ്പമില്ലാത്ത റേറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മള് ഇത് 3 വിട്ടാണ് കേട്ടോ ഓടാറ്. അപ്പൊ ഇത് മാത്രം നമ്മള് ഓടാറെന്നല്ല, നമ്മൾ ഇത്രയും ദിവസം പനിയായിട്ട് കയറിയിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മള് ഒരു ഇങ്ങനെ ഒന്ന് ഓടി നോക്കാം എന്നുള്ള ധാരണയിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒല ചാർജ് ചെയ്തിട്ടില്ല. ഒല ചാർജ് ചെയ്യണം, അല്ലെങ്കിൽ ട്രിപ്പ് കിട്ടില്ല. അപ്പൊ നമുക്കൊരു 149 രൂപയ്ക്ക് ചാർജ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒല ചാർജ് ചെയ്തിട്ടുണ്ട്. റാപ്പിഡോ ചാർജ് ചെയ്യാനുണ്ടോ നോക്കട്ടെ. ഇല്ല, ഒരു ചാർജിങ് നമുക്ക് പെൻഡിങ് കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ അത് കയറി വന്നോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം, ട്രിപ്പ് വരുമല്ലോ നോക്കാലോ. നമുക്കപ്പോ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോയി കിടക്കാം. പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പനിയായിട്ടില്ലായിരുന്നു, തൊണ്ട നമ്പരും ചുമയും ഭയങ്കര കഫക്കെട്ടല്, ഒരു രക്ഷയില്ലാതെ 4 ദിവസം അങ്ങനെ പോയി. ഏതായാലും നമ്മള് ഇന്ന് ഞായറാഴ്ചയാണ്, ഒക്ടോബർ 5-ാം തീയതിയാണ് കേട്ടാ. CNG എല്ലാമൊക്കെ അടിച്ചിറങ്ങിയിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് ഓട്ടത്തിലെടുക്കാം, എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളെ ഒലയിലൊക്കെ അടി ഉണ്ടെന്ന് പറയുന്നു. റേറ്റില് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരുടെയൊക്കെ ഒലയിലും തീരെ റേറ്റ് കുറവായിരുന്നു. നമുക്ക് ഏതായാലും ഒരു അരമണിക്കൂർ ഇവ 3 കിടക്കട്ടെ. റാപ്പിഡോയും യാത്രയും ഒലയും കൂടെ കിടക്കട്ടെ. ഇനി ട്രിപ്പൊന്നും അടിച്ചില്ലെങ്കിൽ നമുക്ക് യൂബർ ഓണാക്കി കൊടുത്താൽ മതി കേട്ടാ. പൊതുവെ നമ്മളെ ഈ ചോറ്റാനിക്കര ഇന്റർസിറ്റി ഏരിയയിൽ, ഇന്റർസിറ്റി ഒക്കെ യൂബറിന്റെ ഓഫ് ആക്കിയിട്ടേക്കാണ്. കാരണം ഇന്റർസിറ്റി തീരെ റേറ്റ് ഇല്ല. വെറുതെ റിട്ടേൺ തരുന്ന ഇതിനാണെങ്കിൽ തീരെ ഒട്ടും റേറ്റ് ഇല്ല. അതിലും പേര് നമുക്ക് ഇവിടെ കിടന്ന് ഷട്ടിലോടുവാണ് വെറുതെ.
പൈസ അങ്ങനെ നമുക്ക് ട്രിപ്പ് ഒന്നും ലഭിച്ചില്ല കേട്ടാ. ഇനിയിപ്പോ നമുക്ക് യൂബർ കൂടെ ഓണാക്കാം. യൂബറിന് പൈസ വല്ലതും കൊടുക്കാനുണ്ടോ നോക്കട്ടെ കേട്ടോ. $43 ഇങ്ങോട്ട് തരാനേ ഉള്ളൂ കേട്ടാ. നമുക്ക് ട്രിപ്പ് അടിച്ച് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, യൂബർ ഓണാക്കി അപ്പൊ തന്നെ ട്രിപ്പ് അടിച്ച്. ഓക്കെ, ഏതായാലും നമുക്ക് പിക്ക് ചെയ്യാം. ഒരു അപ്സലാണ് കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ. നമുക്ക് മരടിന്ന് കിട്ടിയ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. അത് നോർത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോ നമുക്ക് യൂബറിൽ തന്നെ നമുക്ക് ഫോർട്ട് കൊച്ചിക്ക് അടിച്ചു കേട്ടാ. ഫോർട്ട് കൊച്ചി വന്ന പാടെ നമ്മൾ യൂബർ ഓഫാക്കിയിട്ട് നമ്മൾ ബാക്കി യൂബറും ഒലയും റാപ്പിഡോയും യാത്രയും കൂടെ ഓണാക്കിയിട്ട് നമുക്ക് ഒലയില് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളത് അങ്ങോട്ട് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മറ്റേ ട്രിപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒല ഓണാക്കിയായിരുന്നു കേട്ടോ. ഏതായാലും നമുക്ക് ഒലയിൽ അടുത്ത പിക്കപ്പ് ലഭിച്ചോണ്ട് നമ്മള് സൗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൗത്തിൽ ചെന്നിട്ട് വേറെ ട്രിപ്പ് വന്നില്ലെങ്കിൽ ഈ കഴിഞ്ഞ പോയ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് കാണിക്കാം കേട്ടാ. ഓക്കെ, 3 ട്രിപ്പ് അങ്ങനെ പടപടയെന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. നമുക്ക് ഒലയിലാണ് ഇങ്ങോട്ട് ട്രിപ്പ് കിട്ടിയത് കേട്ടാ. ആ ട്രിപ്പില് നമുക്ക് കിട്ടിയ എമൗണ്ട് 8.6 കിലോമീറ്റർ, 197 രൂപ കേട്ടാ. മട്ടാഞ്ചേരി നിന്നായിരുന്നു. അത് കഴിഞ്ഞു അതിന് മുന്നേ നമുക്ക് യൂബറിലായിരുന്നു നമുക്ക് 2 ട്രിപ്പ് കിട്ടിയിരുന്നത് കേട്ടാ. യൂബറൊക്കെ ഓഫാക്കിയിട്ടേക്ക. യൂബറിലായിരുന്നു ഇതായിരുന്നു 15 കിലോമീറ്റർ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫോർട്ട് കൊച്ചിക്കായിരുന്നു. അപ്പൊ അവർ ആദ്യമേ ബുക്ക് ചെയ്തപ്പോ കാണിച്ചത് വൈപ്പിൻ ഫെറിയിലോട്ടായിരുന്നു 9 കിലോമീറ്റർ. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫെറിയിലാണെങ്കിൽ ഒരു ഇതേ ഉള്ളൂ. അപ്പൊ അതിലാണെങ്കിൽ പോയിട്ട് കാര്യമില്ല, ഭയങ്കര ബ്ലോക്കാണ്. നമുക്ക് കാര്യം നടക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു അവരോട് ഒരു സ്റ്റോപ്പ് അവിടെ ആഡ് ചെയ്യണം. ആദ്യത്തെ സ്റ്റോപ്പ് തോപ്പുംപടിയും, രണ്ടാമത്തെ സ്റ്റോപ്പ് ഫോർട്ട് കൊച്ചിയും കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ് അപ്പൊക്കെ കുഴപ്പമില്ല, പൈസ കയറിക്കോളൂ. ഞാൻ പറഞ്ഞ പൈസ കയറില്ല, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരെ കൊണ്ട് അത് മാറ്റി കൊടുപ്പിച്ച് അങ്ങനെ അത് ഫോർട്ട് കൊച്ചിയിലെത്തി. 15.48 കിലോമീറ്റർ ഉണ്ടായിരുന്നു. നമുക്ക് 268 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. 320 രൂപയാണ് ക്യാഷ് കളക്റ്റഡ്. ചെറിയൊരു ട്രിപ്പ് കടന്ന് അടിക്കുന്നുണ്ട്, 3.5 കിലോമീറ്റർ ഒലയിലാണ്. അതൊന്നും നമുക്ക് വേണ്ട. അത് കഴിഞ്ഞ് നമുക്ക് ആദ്യത്തെ ട്രിപ്പ് ഇതാണ്, 10 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 179 രൂപ ക്യാഷ് കളക്റ്റഡ്. 180 രൂപ ക്യാഷ് കളക്റ്റഡ്. 190 രൂപയാണ് നമുക്ക് ലഭിച്ചത് കേട്ടോ. 10 കിലോമീറ്ററിനാണ് 190 രൂപ കിട്ടിയെന്ന് ഓർക്കണം. ഓക്കെ, ഇവിടെ ഒലയില് 8 കിലോമീറ്ററിന് നമുക്ക് 198 രൂപ കിട്ടി ഒലയില്. അപ്പൊ എത്ര രൂപയുടെ വ്യത്യാസം ഉണ്ടെന്ന് നോക്കണം. ഭയങ്കര കൊള്ളയല്ലേ ഇമാര് ചെയ്യുന്നത്. ഇതുണ്ടോ, 8.6 കിലോമീറ്ററിന് 197.80 പൈസ. ഇവിടെ കിട്ടിയേക്കുന്നത് ഇത് കണ്ടോ, 10.24 കിലോമീറ്റർ, അതിന് 180 രൂപ ക്യാഷ് കളക്റ്റഡ്, 190 രൂപ നമുക്ക് ലഭിച്ചു. അപ്പം മറ്റേ ഇതിനെ വെച്ച് 1.5 കിലോമീറ്റർ കൂടുതലാണ് യൂബറിൽ ഓടിയേക്കുന്നത്, എന്നിട്ട് 190 കിട്ടിയിട്ടുള്ളൂ. അത് 1.5 കിലോമീറ്റർ കുറവാണ് ഓടിയേക്കുന്നത്. 8.600 മീറ്റർ ഓടിയിട്ടുള്ളൂ. അതിന് നമുക്ക് 197 രൂപ കിട്ടി. അപ്പൊ യൂബറുമായിട്ട് വെച്ച് നോക്കുമ്പോ ഒലയിലിച്ച റേറ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ യൂബർ ട്രിപ്പ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ഏരിയയിലോട്ട് ചെല്ലുമ്പോൾ മാത്രമേ യൂബർ ഓണാക്കാറുള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മള് റാപ്പിഡോയും കേരള സവാരിയും മറ്റേ ഒലയാണ് ഓണാക്കിയിട്ടേക്കുന്നത്. ഒലയിൽ 2 ചെറിയ ട്രിപ്പ് കിടന്ന് അടിക്കുന്നുണ്ടായിരുന്നു, നമ്മളത് മൈൻഡ് ചെയ്തില്ല, പോട്ടെന്ന് വെച്ചു. 90 കിലോമീറ്റർ 3 കിലോമീറ്റർ പോയി എടുക്കണം. 90 കിലോമീറ്ററും പക്ഷേ 90 രൂപ, 3 കിലോമീറ്റർ പോയി എടുക്കണം. അതുകൊണ്ട് അത് അറ്റൻഡ് ചെയ്തില്ല. നോക്കട്ടെ, നമുക്ക് 3 ഓണാക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ അതായത് നോക്കട്ടെ, തീരെ നിർവാഹമില്ലെങ്കിൽ മാത്രമേ യൂബർ ഓണാക്കുന്നുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് മട്ടാഞ്ചേരി അടിച്ചേക്കാണ് കേട്ടോ. ഒലയിലാണ് 270 രൂപ കേട്ടാ കാണിച്ചേ. 2 കിലോമീറ്റർ അപ്പുറമാണ് പിക്കപ്പ്. നമുക്ക് ഓരോന്ന് ഓഫ് ആക്കണം.
കാരണം വെറുതെ അടിച്ച് നമ്മുടെ ചാൻസ് കളയണ്ടല്ലോ. അടിക്കും, വെറുതെ ഇങ്ങനെ അടിച്ച് കണ്ടിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എടുക്കാനും പറ്റിയാല, മറ്റുള്ളവർക്ക് എങ്ങനെ കിട്ടട്ടെ. അങ്ങനെ നമുക്ക് ഓലയില് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടാ. ഇത് മാർക്കറ്റിനകത്തുനിന്നാന്ന് തോന്നുന്നു തുടങ്ങാൻ വേണ്ടി. നമുക്ക് പണി തരാൻ വേണ്ടിയുള്ള ട്രിപ്പാന്ന് തോന്നുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മാർക്കറ്റിനകത്തോട്ട് കയറാൻ കുഴപ്പമില്ല. അല്ലെങ്കിൽ 8ന്റെ പണിയായിരുന്നു കേട്ടാ. നമുക്ക് മറ്റേ പ്രസ് ക്ലബ് റോഡ് വഴി വരാം കേട്ടാ. അതാണെങ്കിൽ ഇച്ചിരൂടെ അടുത്ത് കിട്ടുമെന്ന് തോന്നുന്നു. കാരണം ഇത് കാണിച്ചേക്കുന്ന വൺ വേ റൂട്ടാണ് കാണിച്ചേക്കുന്നത്. പ്രസ് ക്ലബ് റോഡ് വഴി കയറുകയാണെങ്കിൽ കുറച്ച് ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ല, പിന്നെ നമുക്ക് കയറി പോകുന്നതിൽ വിഷയമില്ല. റേറ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടാ ഇത്രയും ചുറ്റിക്കറങ്ങിയാണേലും വന്ന് എടുക്കുന്നത്. ഇല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാ. ഡിലീറ്റ് ചെയ്യുമ്പോട്ടെ കട്ട് ചെയ്ത് കളയുള്ളൂ. ഇത് പിന്നെ 207 രൂപ കിട്ടൂല, ആ കാണിക്കുന്ന എമൗണ്ടും കിട്ടും, പിന്നെ ഇപ്പൊ വിഷയമില്ല. നമ്മള് ഒലക്കാണ് പ്രയോറിറ്റി കൂടുതലായിട്ട് കൊടുക്കുന്ന കേട്ടാ, അതുകൊണ്ടാണ്. ഇതാണ് പ്രസ് ക്ലബ് റോഡ്. ഇത് ഇട ദിവസങ്ങളിൽ ഇതും വൺ വേ ആണെന്ന് തോന്നുന്നു കേട്ടാ. ഇതില് തിരക്കില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. കണ്ട, വലിയ തിരക്കില്ല. ഞായറാഴ്ച കൊണ്ട് മാർക്കറ്റൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമുക്ക് കയറിപ്പോയി. ഇല്ലെങ്കിൽ പണിയാണ്. ഇവിടെയൊക്കെ കടയല്ലേ പകലൊക്കെ ഇവിടെ നിർത്താനേ പറ്റത്തില്ല. ഓക്കെ, ഏതായാലും നമ്മൾ ലൊക്കേഷൻ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ആളെ ഇനി പിക്ക് ചെയ്യുക, നേരെ മട്ടാഞ്ചേരി ഇനി എവിടെയാന്ന് അറിയാൻ പാടില്ല. അത് ഈ പറഞ്ഞ കുരിയച്ചന്റെ പള്ളിയിലോട്ടൊക്കെ ആണെങ്കിൽ അതും ഇടങ്ങേടാണ്. ഞായറാഴ്ചയൊക്കെ ആണെങ്കിലും വണ്ടി ഇടാൻ സൗകര്യക്കുറവുണ്ട്. പിന്നെ കുഴപ്പമില്ല, ഉള്ളി ഡ്രോപ്പ് മാത്രമല്ലേ ഉള്ളു. നമുക്ക് നോക്കാം. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഓലയിൽ കിട്ടിയ ട്രിപ്പ് ഇതായിരുന്നു. വേണ്ട 11.7 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 169 രൂപ കിട്ടി 11 കിലോമീറ്ററിന്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് മട്ടാഞ്ചേരി ഒരു നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു അമ്പലം ഉണ്ടല്ലോ, ഈ കൊങ്ങിണീസിന്റെ ഒക്കെ, അതിന്റെ അടുത്താണ് കേട്ടോ. അങ്ങോട്ടത്തേക്കായിരുന്നു, അമ്പലത്തിലേക്കായിരുന്നു. ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റാപ്പിഡോയും കേരള സവാരി ഓണാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത ട്രിപ്പ് കേട്ടോ. അങ്ങനെ ഒലയിൽ 2 ട്രിപ്പ്, കേരള സവാരിന് റാപ്പിഡോ ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ. കുഴപ്പമില്ല, അടിച്ചോളും. ഏതായാലും നമുക്ക് അങ്ങോട്ട് മാറി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ചായ കിട്ടുമെന്ന് നോക്കാം. ചായ കിട്ടുമെങ്കിൽ ഒരു ചായ ഒക്കെ അടിച്ച് സെറ്റായി നിൽക്കാം. ഓക്കെ, ഈ കേരള സവാരി ഓണാക്കുമ്പോഴത്തേക്കും ഫോണ് കണ്ടവാന് ചൂടാകുന്നു. അതുകൊണ്ടാണ് ഈ AC വിൻഡോയുടെ അവിടെ തന്നെ കൊണ്ട് വെച്ചേക്കുന്നത് കേട്ടോ. അതാകുമ്പോ തണുത്തിരുന്നോളൂ. ചൂടിച്ചിരി കൂടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ അവിടെ കൊണ്ട് വെക്കും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ വെച്ചാൽ മതിയായിരുന്നു. ഏതായാലും നമുക്ക് മാറ്റിയിടാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ചെറിയൊരു ഹീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചത്. ഇത്തിരി കഴിയുമ്പോ തണുത്തോളും, പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ ആ മാഗ്നറ്റിനകത്തുനിന്ന് ആ മാഗ്നറ്റ് തള്ളി ഉരുണ്ട് കയറി വന്നു. അതാണ് അത് ഉരുണ്ട് പോരുന്ന പോലെ തോന്നി. അപ്പൊ നമ്മളത് സെറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഏതായാലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തണൽ നോക്കി എവിടെയെങ്കിലും ഒതുക്കാം കേട്ടാ. അതല്ല, ഇവിടെയൊക്കെ ഇച്ചിരി തണലുണ്ട് കേട്ടാ. ഞാൻ ഈ തണലത്തിടാം, കുറച്ചേരം ഈ തണലത്തിടാം. ഇനിയിപ്പോ അടുത്ത് വന്നിട്ട് ഇവിടെ വെയിൽ വരുമ്പോ നമുക്ക് മാറ്റിയിടാം. ഓക്കെ, ഇവിടെ ചായ ഉണ്ടോ? ചായ ഇല്ല. പാല്, തൈര്, മുട്ട, അതൊക്കെ ഉള്ളു.
ഓക്കെ, ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ട്രിപ്പ് അടിക്കട്ടെ കേട്ടോ, ട്രിപ്പ് അടിക്കും. ഓ ഗേസ്, അത് ബുക്കിംഗ് ഒരു ഒലയിലൊരു ബുക്കിംഗ് വന്നായിരുന്നു 480 രൂപ. ലുലുമാള് 1 മീറ്റർ അപ്പുറം നിന്നായിരുന്നു. അത് വീഡിയോ എടുക്കാൻ വേണ്ടി അവർ ക്യാൻസൽ ചെയ്തു. കുഴപ്പമില്ല, ആരെങ്കിലും ബുക്ക് ചെയ്ത് വരുമെന്നേ. കാരണം വീണുന്ന് സന്തോഷിച്ചായിരുന്നു കേട്ടോ. 480 രൂപ എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് ആണല്ലോ. ലുലുമാളിലോട്ടായിരുന്നു. ഓക്കെ, നമുക്കിനി വീണ്ടും വെയിറ്റ് ചെയ്യാം കേട്ടോ, വരും. ഇനി ആള് വെറുതെ റേറ്റ് നോക്കിയതാണോ ഇനി വണ്ടി ഉണ്ടോന്ന് നോക്കിയതാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും നമ്മളെ ഒന്ന് കൊതിപ്പിച്ചിട്ട് പോയി. ഓക്കെ, ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒലയിൽ വേറെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. വില്ലിംഗ്ടൺ ഐലൻഡ് ആണ് കേട്ടാ. 6 കിലോമീറ്റർ 148 രൂപയാണ് കാണിച്ചേട്ടാ. അപ്പൊ നമുക്ക് പോയി എടുക്കാട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് പോയി എടുക്കാം. 148 ഇത് കാണിച്ചേക്കുന്നത് 6 കിലോമീറ്ററിന്. യൂബറിലാണെങ്കിൽ 148-ന് 120 രൂപ കിട്ടുമായിരിക്കും. ഓക്കെ, ആള് വിളിക്കുന്നുണ്ട്. ഹലോ. Okay. To that place, okay? My parents are there, so respect them. Okay, I am coming. Okay, thank you. Okay, അവര് അവിടെ പേരൻസ് ഇറങ്ങി നിൽപ്പുണ്ടെന്നാ പറഞ്ഞു കേട്ടോ. ഓക്കെ, ഏതായാലും നമുക്ക് അതാണ് തോന്നുന്നു പറഞ്ഞത്. എനിക്ക് അത്രയും മനസ്സിലായുള്ളൂ കേട്ടോ, വേറൊന്നും മനസ്സിലായില്ല. പിന്നെ ഏതായാലും ഓക്കെ കവിന്ന് പറഞ്ഞു. വെൽക്കം ടു ഗ്ലൈറ്റ് വെയിറ്റ് യു എന്ന് പറയുന്ന പോലെയാണ്. അവരെന്തോ പറഞ്ഞു ഓക്കെ കമ്മിങ് ഞാനും പറഞ്ഞു. ഓക്കെ, ഏതായാലും നമുക്ക് പോയി ആളെ പിക്ക് ചെയ്യാം. അങ്ങനെ നമ്മള് വില്ലിംഗ്ടൺ ഐലൻഡില് മലബാർ ഗേറ്റിന്റെ അങ്ങോട്ടായിരുന്നു കേട്ടോ. മറ്റേ മിലിറ്ററിയുടെ ഓഫീസ് ഉണ്ടല്ലോ, അതിനകത്തോട്ടായിരുന്നു. അവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മള് റാപ്പിഡോയില് നമുക്ക് ട്രിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇത് എവിടെയാണോ? നമ്മുടെ ബാക്കിൽ നിന്ന് തന്നെയാണ് കേട്ടാ. അസ്റ്റർമേഡ് സിറ്റി ആണെന്ന് തോന്നുന്നു. 400 രൂപ സംതിങ് ആണ് കാണിച്ചത് കേട്ടാ. ഏതായാലും മറ്റേ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് കാണിക്കാം. അത് തന്നെ. ഇവിടുന്ന് റൈറ്റ് ആണ് കാണിച്ചേട്ടാ. ഓക്കെ, ഏതായാലും നമ്മൾ ആ ട്രിപ്പ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആൾക്ക് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആള് നമ്മള് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഹായ് യു ആർ നിയർ ബൈ എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മള് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ആരും കാണുന്നില്ലല്ലോ. നമുക്ക് ടൈമർ ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു ഹാദിയാണ് കേട്ടാ. അസ്റ്ററിലോട്ടാന്ന് ചേരാനല്ലൂരെന്നും പറഞ്ഞാ കാണിച്ചതെന്ന് തോന്നുന്നു. ഒരു മിന്നായം പോലെ വന്നേ. ഓക്കെ, ഏതായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഹലോ, അതെ അതെ അതെ, കണ്ട്. ഓക്കെ, ഇപ്പൊ ആളെ കണ്ടുപിടിച്ചേട്ടാ. ഓക്കെ, നമുക്ക് ലൊക്കേഷനില് ഡ്രോപ്പ് ലൊക്കേഷൻ ചെന്നിട്ട് ബാക്കി പറയാം കേട്ടോ. ഡീറ്റെയിൽസ് ഒലേല ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് പറയാനുണ്ട്. 6 കിലോമീറ്ററിന് നമുക്ക് 170 രൂപ മേടിച്ചു കേട്ടോ. 175 രൂപ മേടിച്ചു, കാരണം ടോളും കൂടെ മേടിക്കണമായിരുന്നു. ഇതിപ്പോ ടോൾ ഇൻക്ലൂഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും പിക്ക് ചെയ്യാം. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടാ. ആ ട്രിപ്പ് നമുക്ക് ഐലൻഡിൽ നിന്ന് അസ്റ്റർമേഡ് സിറ്റിന്റെ അടുത്തായിരുന്നു. ഗ്രേസ് വില്ല എന്നും പറഞ്ഞൊരു വില്ലാണ് കേട്ടാ. അങ്ങോട്ടത്തേക്കായിരുന്നു. 21 കിലോമീറ്റർ 404 രൂപ ലഭിച്ചു കേട്ടാ. ഫോണ് ചൂടാ. അവര് AC വേറ്റില്ല എന്ന് പറഞ്ഞോണ്ട് AC കുറച്ചായിട്ട്.
അങ്ങനെ 404 രൂപ ഏൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോ അസ്റ്റർ മെഡിസിറ്റിയുടെ അവിടെയാണ്. ഇനിയിപ്പോ അസ്ട്രേലിയന്ന് ട്രിപ്പ് വല്ലതും കിട്ടുമോന്ന് അറിയില്ല. ഏതായാലും നമുക്ക് ഓണാക്കിട്ടില്ല. നമുക്ക് ഊണ് കഴിക്കണം. ഊണ് കഴിച്ചിട്ട് ഓണാക്കാം. ഊണ് കൊണ്ടുപോന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് വണ്ടി കട കുറവായിരിക്കുമല്ലോ, അതുകൊണ്ട് ഊണ് കൊണ്ടുപോന്നിട്ടുണ്ട്. അപ്പൊ ഊണൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഓണാക്കാം. അപ്പൊ നമ്മള് റാപ്പിഡോയും കൂടെ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ റാപ്പിഡോയിലാണ് ഇങ്ങോട്ട് വന്നത്. റാപ്പിഡോയും കൂടെ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഊണ് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഇപ്പൊ സമയം 12:43. ഇപ്പൊ 21 കിലോമീറ്ററിന് കാണിച്ച് 21 കിലോമീറ്റർ ഓടിയിട്ടില്ല കേട്ടോ. കാരണം 21 കിലോമീറ്റർ കാണിച്ച എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ കണ്ടെയ്നർ റോഡാണ് കാണിച്ചത്. അപ്പൊ നമുക്ക് ടോളെന്ന് വെച്ചാല് പിന്നെ കൊച്ചിൻപുഴത്തിന്റെ ടോള് മാത്രമേ ആടായിട്ടുള്ളൂ. അത് അവരോട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ് അതിലെ പോകണ്ട, നമുക്ക് ചിറ്റൂർ റോഡ് വഴി കയറിക്കോ, മറ്റേ ലൂർദ് ഹോസ്പിറ്റലിന്റെ ബാക്കിലൂടെ വന്ന് കയറാന്ന് പറഞ്ഞു. അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ മതി എന്ന് പറഞ്ഞു. ഏതായാലും ഇവിടെ കൊണ്ടുവന്ന് ഇപ്പൊ ലൂർദ് ഹോസ്പിറ്റലിന്റെ അതിലെ തിരിഞ്ഞപ്പോ അതുവരെ 10 കിലോമീറ്റർ ഉണ്ടായിരുന്ന ട്രിപ്പ് അതുവരെ ലൂർദ് ഹോസ്പിറ്റലിന്റെ അങ്ങോട്ട് അതിലെ തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് 6 കിലോമീറ്റർ ആയി. അപ്പൊ അങ്ങനെ ടോട്ടലി ഒരു 17 കിലോമീറ്ററോളം ഓടിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ അസ്റ്റർ മെഡിസിറ്റി എടുത്ത് അങ്ങോട്ടുള്ള പാലത്തിന്റെ അവിടെയാണ് കേട്ടോ. ഇനിയിപ്പോ ഏതായാലും ഒരു ഊണൊക്കെ കഴിച്ചിട്ട്, ഊണ് കൊണ്ടുവന്നിട്ടുണ്ട്, ഊണൊക്കെ കഴിച്ചിട്ട് നമുക്ക് പതുക്കെ ഓണാക്കാം. ഓക്കെ, അപ്പൊ ഇനി ഊണിലേക്ക് കിടക്കാം. ഓക്കെ, ഊണ് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ്, ഇത് ബീഫാട്ടാ, ഇത് മത്തങ്ങയും വൻപയറും കൂടെ വെച്ച സാധനം. അതിനെന്താ പേര് പറയുന്നത് എനിക്കറിയില്ല. എന്താണ്. അപ്പൊ ഏതായാലും ഇനിയിപ്പോ ഊണ് കഴിച്ചിട്ട് കാണാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മള് യാത്രയും ഒല റാപ്പിഡോ ഇതെല്ലാം ഓണാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം, ഒരു 20 മിനിറ്റ് നോക്കാം. 1:30 വരെ നോക്കാം കേട്ടോ. 1:30 വരെ നോക്കിയിട്ട് നമുക്ക് ട്രിപ്പ് വന്നിട്ട് നമുക്ക് യൂബർ ഓണാക്കി ഇടാവേ. ഓക്കെ, നമ്മളിപ്പോ ഊണൊക്കെ കഴിഞ്ഞു കേട്ടോ. ഊണൊക്കെ കഴിഞ്ഞു. അസ്റ്റർ മെഡിസിറ്റി അവിടുന്ന് അങ്ങോട്ടുള്ള പാലത്തിന്റെ കയറ്റത്തെങ്കിലാണ് കേട്ടോ കിടക്കുന്നത്. ഊണൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ ട്രിപ്പ് വന്നാ മതി. നമ്മൾ അവിടുന്ന് ട്രിപ്പ് ഒന്നും കിട്ടിയില്ല കേട്ടാ. നമ്മൾ അസ്റ്ററിന്റെ അവിടെ നിന്ന് വേറെ അടുത്ത് ചിറ്റൂര് ഭാഗത്തോട്ട് നമ്മൾ പോവാണ് കേട്ടാ. ഇവിടുന്ന് ട്രിപ്പ് കിട്ടുന്ന കാര്യം ലക്ഷണമൊന്നും ഇല്ല. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടുന്ന് നീങ്ങാം. നമ്മൾ യൂബർ ഓൺ ആക്കിയിട്ടില്ല. ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ട്രിപ്പ് വരുന്നില്ലെങ്കിൽ പതുക്കെ ഒന്ന് മൂവ് ആകുമ്പോ തന്നെ നമുക്ക് ട്രിപ്പ് അടിക്കും. ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഇങ്ങനെ പോവാണ്. ഓക്കെ, നോക്കാട്ടാ. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടാ. നമുക്ക് കാക്കനാട് അത്താണിയാണ് കേട്ടോ അടിച്ചേക്കുന്നത്. ഇവിടെ തൊട്ടടുത്തുനിന്ന് തന്നെയാണ്. ഒരു 550 മീറ്റർ ഉണ്ട്. നമുക്ക് പോയി എടുക്കാം. ഓക്കെ, യൂബറിലാണ് കേട്ടോ ട്രിപ്പ് വന്നേക്കുന്നത്. അങ്ങനെ ഒലയിൽ ട്രിപ്പ് കിട്ടാൻ വന്ന് യൂബർ ഓൺ ആക്കിയപ്പോ യൂബറിൽ ട്രിപ്പ് അടിച്ച്. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് അത്താണിയിലാണ് കേട്ടാ. അത്താണിയിൽ ആളെ ഇറക്കി കഴിഞ്ഞാൽ നമ്മള് മറ്റേ ഇൻഫോ പാർക്കിലേക്കുള്ള റൂട്ടിൽ കയറി കിടക്കാണ് കേട്ടാ. നമുക്ക് യൂബറിലാണ് ട്രിപ്പ് വന്നത് കേട്ടോ. ആ ട്രിപ്പ് ആണെങ്കിൽ നഷ്ട ട്രിപ്പാണ്. 283 രൂപയാണ് ലഭിച്ചേട്ടാ. 17 കിലോമീറ്റർ ഓടിയിട്ട് കിട്ടിയ പൈസയാണ് 283 രൂപ. 360 രൂപ ക്യാഷ് കളക്റ്റഡ്. അതിൽ നമുക്ക് ലഭിച്ച 283 രൂപ. നമ്മൾ അവിടെ വെച്ച് യൂബർ ഓഫ് ആക്കി കേട്ടോ. ഓഫ് ആക്കിയിട്ട് നമ്മൾ ഒലയൻ റാപ്പിഡോ യാത്ര ചെയ്തൊക്കെ ഓൺ ആക്കിയിട്ടേക്കാണ് കേട്ടോ. അപ്പൊ അതിൽ വന്നോ, ഏതെങ്കിലും ട്രിപ്പ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ,
കേസ് അങ്ങനെ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് ഒന്നും ലഭിച്ചില്ല. നമ്മൾ പതുക്കെ ഇവിടുന്ന് തോപ്പുംപടിക്ക് പോവാണ് കേട്ടോ. നമുക്ക് തോപ്പുംപടിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത്രയും നേരമൊക്കെ നോക്കി ഇന്ന് കിട്ടുന്ന ലക്ഷണമില്ല. അപ്പൊ അതൊക്കെ ഇവിടുന്ന് നീങ്ങി നമുക്ക് ഏതായാലും പാലാരിവട്ടം വഴി പോകാം കേട്ടാ. പോകുന്ന വഴിക്കല്ല എറണാകുളോ എല്ലാം അടിച്ചു കഴിഞ്ഞാൽ എടുത്തോണ്ട് പോവാം. ഓക്കെ, നമ്മള് യൂബർ ഓഫ് ആക്കിയിട്ടുണ്ട്. റാപ്പിഡോയും യാത്രയും ഒലയാട് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടാ. ഏതിനെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അടിച്ചാൽ മതിയായിരുന്നു. നോക്കാം, നമുക്ക് ഒലയില് ഡെസ്റ്റിനേഷൻ കൊടുക്കാൻ പറ്റൂന്ന് എനിക്ക് അറിയില്ല. കൊണ്ടന്നൂര് നെടുമ്പാശ്ശേരിക്ക് കിടക്കണം. ഓക്കെ, ഏതായാലും നമുക്ക് പതുക്കെ അങ്ങോട്ട് മൂവ് ചെയ്യാം. ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ എടുക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ. എറണാകുളം സൗത്ത് അടിച്ചേക്കാണ്. ഒലയിലാണ് കേട്ടോ അടിച്ചേക്കുന്നത്. 250 അടുത്താകുന്നുണ്ട്. ഓക്കെ, നമുക്ക് പോയി പിക്ക് ചെയ്യാം. ഈ ബിൽഡിംഗ് ആണ് കേട്ടോ AC റെസ്റ്റോറന്റ് റൂം എന്നൊക്കെ പറഞ്ഞത് അതിനാണ്. ഓക്കെ, ഏതായാലും നമുക്ക് പോയി എടുക്കാം. അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. നമുക്ക് ഇങ്ങോട്ടത്തെ ട്രിപ്പില് അങ്ങനെ ഒലയില് നമുക്ക് 4 ട്രിപ്പ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ടത്തെ ട്രിപ്പ് 11 കിലോമീറ്റർ, 11.600 മീറ്റർ. ഓക്കെ, 11.6 കിലോമീറ്റർ 31 മിനിറ്റ് കൊണ്ട് ഓടിയെത്തി കേട്ടോ. 266 രൂപ. ഓക്കെ, 270 രൂപയാണ് ക്യാഷ് കളക്റ്റഡ്. നമുക്ക് 4 രൂപ GST പോയിട്ടുണ്ട്. 4 രൂപ അല്ല, 3 രൂപ. ഓക്കെ, ഏതായാലും നമ്മള് ഇവിടെ വെച്ച് നമ്മൾ ഓഫാക്കിയിട്ടില്ല. നമുക്ക് തോപ്പുംപടി വരെ പോകേണ്ട ആവശ്യമുണ്ട്. നമ്മളപ്പോ തോപ്പുംപടിക്ക് പോകാൻ വേണ്ടി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് സൗത്തിലേക്ക് അടിച്ചാട്ടാ. അപ്പൊ ഏതായാലും അത് ഗുണം ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് റാപ്പിഡോ കൂടെ ഓണാക്കി ഇട്ടാക്കാം. ഇനി എല്ലാ തോപ്പുംപടി അടിച്ചാലാ. ഓക്കെ, ഓണാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ എഴുത്തിന്റെ കയ്യിലാണ്. അപ്പൊ തൽക്കാലം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടാ. കേസ് അങ്ങനെ നമ്മള് 3:30-ക്ക് ശേഷം വീണ്ടും ഇറങ്ങിയേക്കാണ് കേട്ടാ. നമ്മളിപ്പോ ഓണാക്കിയിട്ടില്ല. നമുക്ക് CNG കുറവാണ്. 3 കട്ടേ ഉള്ളൂ. 3 കട്ടയെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ആദ്യം CNG അടിച്ച് ഫില്ല് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നൈറ്റ് ആയതുകൊണ്ട് ഒട്ടുമിക്ക പമ്പുകളും 9 മണിക്ക് ശേഷം അടയ്ക്കും. 9 മണി വരെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇറങ്ങുന്നതിന് മുന്നേ അടിച്ച് ഫില്ലാക്കണം. ഫില്ലാക്കിയാല് നമുക്ക്, അല്ലെങ്കിൽ പിന്നെ നമ്മള് ഒന്നെങ്കിൽ കുണ്ടന്നൂര് വരണം, അതല്ലെങ്കിൽ വൈറ്റില ഹബില് വരണം. ഇവിടെ ജനതയിലൊന്നും ഇല്ല. പിന്നെ അല്ലെങ്കിൽ എടപ്പള്ളി മിൽമയുടെ ഫ്രണ്ടില്, അതല്ലെങ്കിൽ കളമശ്ശേരി CNG ഹബിലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് അടിച്ച് CNG അടിച്ച് ഫില്ലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മളെല്ലാ തവണയും നമ്മൾ 8 മണിക്കാണ് ഇറങ്ങുന്നത്. ഇപ്പൊ സമയം 7:40 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ 8 മണിയോട് കൂടി ഓൺലൈനിൽ പോകാൻ പറ്റും എന്നുള്ള ഒരു ധാരണയിലാണ്. നമ്മളിപ്പം ഊണൊക്കെ കഴിഞ്ഞിട്ടാ ഇറങ്ങിയത് കേട്ടാ. അതുകൊണ്ട് മാക്സിമം ഓട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 1 മണി 1:30 വരെയൊക്കെ ഇരിക്കാം. അപ്പൊ നാളെ രാവിലെ ഇച്ചിരി ലേറ്റ് ആവും, എന്നാലും കുഴപ്പമില്ല. ഓട്ടോ ഉണ്ടെങ്കിൽ ഓടാന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമ്മള് റെഗുലറായിട്ട് യൂബറും റാപ്പിഡോയും ഒലയും എല്ലാം കൂടെ നൈറ്റ് ഇട്ടാണ് പിടയ്ക്കാൻ പോകുന്നത് കേട്ടോ. നേരത്തെ നമ്മള് യൂബർ നമുക്ക് അവസാന ഘട്ടം എന്നാണ് മാത്രമേ നമ്മൾ യൂബർ ഓണായിക്കൊണ്ടിരുന്നത്. ശരിക്കും നഷ്ടമാണ് യൂബർ ഓടിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോ ഉച്ചയ്ക്ക് ഒരു ട്രിപ്പ് ആശ്രം മെഡിസിറ്റി ചെറ്റൂരിൽ നിന്ന് കാക്കനാട് അടിച്ച് 18 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 18 കിലോമീറ്റർ ഓടി അവിടെ ചെന്നിട്ട് കിട്ടിയത് എനിക്ക് 285 രൂപയാണ്. മനസ്സിലായ? അപ്പൊ യൂബറിന് ഓട്ടം ഉള്ളൂ, പക്ഷേ എങ്കിൽ തീരെ റേറ്റ് ഇല്ല. മറ്റുള്ളതിന് ഓട്ടം കുറവാണ്. കിട്ടുന്ന ട്രിപ്പൊക്കെ കുഴപ്പമില്ല കേട്ടാ, കുഴപ്പമില്ലാത്ത റേറ്റ് ഉണ്ട്. ഏതായാലും നമുക്ക് നോക്കാം നൈറ്റ് എങ്ങനെയാണ്. ഇപ്പൊ നൈറ്റ് സെലക്ട് ചെയ്യാൻ നിൽക്കുന്നൊന്നുമില്ല.
നൈറ്റ് എങ്ങനെയെങ്കിലും ഓടി ഒരു 1000 രൂപ നൈറ്റ് ഓടി എടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനകത്ത് ചെറുത് വലുതെന്നൊന്നുമില്ല, കിട്ടുന്നതെല്ലാം വലിച്ച് വണ്ടിയിൽ ഇടുക എന്നുള്ളതാണ്. നൈറ്റ് 8 മണി മുതൽ 7 മണി വരെ ഓടും മാക്സിമം. നമ്മുടെ വണ്ടിയാണല്ലോ പോണേ 81-45. പുള്ളി നൈറ്റൊക്കെ ഓടുന്നുണ്ട. വെച്ച് പിടിപ്പിക്കുക. അവൻ വേറെ കാണ്ടേക്ക് നോക്കിയാ വരുന്നേ. കുഴപ്പമില്ല, ആള് നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്നുണ്ടല്ലോ, കണ്ടപ്പോ സന്തോഷം. ഓക്കെ, അങ്ങനെ നമ്മള് CNG ഒക്കെ അടിച്ചു കഴിഞ്ഞേട്ടാ. ഇനിയിപ്പോ നമുക്ക് പതുക്കെ യൂബർ അങ്ങോട്ട് ഓണാക്കാം. ആദ്യം ഓല ഓണാക്കാം കേട്ടാ, കാരണം ഓലയില റാപ്പിഡോയിലൊക്കെ ട്രിപ്പ് വന്നിട്ട് കാര്യമുള്ളൂ. അടുത്ത് കേരള യാത്രി. റാപ്പിഡോ ഓണാക്കി, യൂബറും കൂടെ ഓണാക്കുക കേട്ടാ. ഓക്കെ, നമ്മള് യൂബർ ഓണാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ട്രിപ്പ് വരട്ടെ. ഏതിൽ ആദ്യം ട്രിപ്പ് വരുന്നത് നോക്കാലോ. നമ്മളിപ്പോ 600, 100, 700, 500, 1200 രൂപയ്ക്ക് ഇന്ന് CNG അടിച്ചു കേട്ടാ. 1200 1100 രൂപയ്ക്ക് CNG, 100 രൂപയ്ക്ക് പെട്രോളും അടിച്ചു. അപ്പൊ നമ്മളിപ്പോ എല്ലാം ഓണാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോ നൈറ്റ് നമുക്ക് ട്രിപ്പ് അടിച്ചു കേട്ടോ. നെട്ടൂരിന്ന് നെട്ടൂർക്കോ എന്തോന്ന്, ഇങ്ങനെ ട്രിപ്പ് അടിച്ചിട്ട് 2.5 കിലോമീറ്റർ പോയിട്ട് 3.5 കിലോമീറ്റർ പോകാൻ 130 രൂപ. നമ്മളത് എടുത്തില്ല കേട്ടാ. നമ്മളെ റേറ്റിംഗ് ഒക്കെ കുത്തനെ പോവും. ഒരു ക്യാൻസലേഷനും ഉണ്ട്. നമുക്ക് റിസർവേഷൻ വല്ലതും ഉണ്ടോ നോക്കട്ടെ. റിസർവേഷൻ എരൂർ സൗത്ത് 6 കിലോമീറ്റർ എങ്ങോട്ടാന്ന് നോക്കട്ടെ കേട്ടോ. 9:15 എരൂരിന്ന് കുണ്ടന്നൂർക്കൊരു റിസർവേഷൻ വന്ന് കിടപ്പുണ്ട്. 9:15 നമ്മളതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അല്ല എയർപോർട്ടൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ എടുത്തു വെക്കായിരുന്നു. അത് പോട്ടെ. ഈ 177 മാന്തൂന്നേ, അതാണ് യൂബറിൻ്റെ കേട്ടോ. അടുത്ത ട്രിപ്പ് വന്നു കേട്ടോ. ഇത് കിട്ടുമോന്ന് അറിയത്തില്ല. പള്ളുരുത്തിക്കാണ്, മാറ്റ ട്രിപ്പായിരുന്നു, അത് പോയി. വെറുതെ ആളെ കളിയാക്കാനാണ് ഈ മാറ്റ ട്രിപ്പ് എന്ന് പറഞ്ഞ സംവിധാനം കണ്ടുവച്ചേക്കുന്നത്. മാറ്റ ട്രിപ്പ് കൂടുതലും നമുക്ക് ചിലപ്പോ കുഴപ്പമില്ല, വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഭാഗത്തോട്ടൊക്കെ ആയിരിക്കും അടിക്കുന്നത്. പക്ഷേ എങ്കിൽ കിട്ടൂല. നോക്കാട്ടോ, വരട്ടെ. അങ്ങനെ നമുക്ക് ഫോർമാളിന്ന് ഒരു കുസുമഗിരി അടിച്ചേക്കാണ് കേട്ടോ. കാക്കനാടാണ്, ഇൻഫോ പാർക്കിന്റെ ഒക്കെ ഭാഗമായിട്ട് വരും കുസുമഗിരി. അപ്പൊ അങ്ങോട്ടൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഫോർമാളിന്നാണ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാ സാധനം ബാക്കിയുള്ള എല്ലാം ഓഫാക്കാണ്. റാപ്പിഡ് അടിക്കാത്തതെന്ന് വെച്ചാൽ അതിനൊരു അപ്ഡേഷൻ ഉണ്ടെന്ന് തോന്നുന്നു.
ഓക്കെ, ഏതായാലും നമുക്ക് യൂബറിൽ ഒന്നുണ്ട്, ഒരു സാന്ദ്രയാണ് കേട്ടോ. അപ്പൊ സാന്ദ്രനെ പിക്ക് ചെയ്യാം. ഓക്കെ, മാസ്ക് ഒക്കെ വെച്ചില്ലല്ലോ പണിയാ. അപ്പൊ ഏതായാലും ഗോ ടു കുസുമഗിരി. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടാ. ആ ട്രിപ്പിൽ നമുക്ക് 228 രൂപയാണ് കേട്ടോ ലഭിച്ചത്. 228 രൂപ. 12 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 12.41 കിലോമീറ്റർ. 330 രൂപ മേടിച്ചിട്ടാണ് 228 രൂപ നമുക്ക് തന്നേക്കുന്നത്. 100 രൂപ അവരുടെ കമ്മീഷൻ. സമ്മതിക്കണം, സ്തുതിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. നമ്മളിവിടെ യൂബർ ഓഫ് ആക്കി. അടുത്ത് ബാക്കി നമ്മുടെ ചെണക്കുട്ടികളെ എല്ലാം ഓണാക്കിയിട്ടേക്കാണ് കേട്ടാ. പിന്നെ തുറന്നും വരാനുണ്ടല്ലോ. റാപ്പിഡോയില് പോയി. ഓക്കെ, റാപ്പിഡോയൊക്കെ ഓണാക്കിയിട്ടിട്ടുണ്ട്. അതൊരു അപ്ഡേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നോക്കട്ടെ. നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒലയിലാണ് 324 രൂപയുണ്ട്. 14 കിലോമീറ്റർ. ഇതിലാണ് മറ്റേ ഒലയിലാണ് കേട്ടാ. ഇവിടുന്ന് 2 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്, സൗത്തിലേക്കാണ്. ഓക്കെ, അപ്പൊ നമ്മളത് എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് 320 രൂപ കിട്ടി കേട്ടാ. ഇപ്പൊ ഈ യൂബറിലുള്ള പോലെ തന്നെ നമുക്ക് ഒരു ട്രിപ്പ് പൊക്കോണ്ടിരിക്കുമ്പോ അടുത്ത ട്രിപ്പ് കയറി അടിക്കുമല്ലേ. ഒലയിലും അങ്ങനെ അടിക്കുമെന്ന് തോന്നും കേട്ടോ. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ട്രിപ്പ് അടിച്ച് നമ്മള് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നോണ്ടിരുന്നപ്പോ നമുക്ക് അടുത്ത ട്രിപ്പ് മട്ടാഞ്ചേരിക്ക് അടിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മളത് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എനിക്കറിയത്തില്ലായിരുന്നു ഈ യൂബറൊക്കെ അടിക്കുന്ന മാതിരി ട്രിപ്പിനിടയിൽ അടുത്ത ട്രിപ്പ് കയറി അടിക്കുന്നു. ഏതായാലും ആ ട്രിപ്പ് അടിച്ച്. അപ്പൊ നമ്മൾ ആ ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ കാണിച്ചത്. നമ്മളത് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എവിടുന്നാണോ, ഹോസ്പിറ്റലിന്റെ ഭാഗത്തുണ്ടാന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് നോക്കാം കേട്ടാ. എങ്ങോട്ടാണെന്ന് അറിയില്ല. ഏതായാലും ചെന്ന് നോക്കട്ടെ. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. ഇപ്പൊ നമ്മള് മട്ടാഞ്ചേരി മാർക്കറ്റിന്റെ സൈഡിലാണ്. ആ ട്രിപ്പ് കഴിഞ്ഞു. ആ ട്രിപ്പിൽ നമുക്ക് ലഭിച്ചത് ഒലയില് ഇതായിരുന്നു കേട്ടോ. 11 കിലോമീറ്റർ, 11.5 കിലോമീറ്ററിന് 259.91, 260 രൂപ ക്യാഷ് കളക്റ്റഡ്. 259.91 പൈസ നമുക്ക് കിട്ടി കേട്ടോ. അവരുടെ കമ്മീഷൻ പോയേക്കുന്നുണ്ടോ. ട്രിപ്പ് ബാലൻസ് 9 പൈസയാണ് പോയേക്കുന്നത്. യൂബർ എങ്ങാനും ആയിരുന്നുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 60 രൂപയെങ്കിലും പിടിച്ചേനെ. ബാക്കി പൈസ തരുള്ളൂ. അതിന് മുന്നത്തെ ട്രിപ്പ് ഇതാണ്, കാക്കനാടുന്ന് 12.9 കിലോമീറ്റർ. അതിന് നമുക്ക് ലഭിച്ചത് 296.71 പൈസ. 308 രൂപയാണ് ക്യാഷ് കളക്റ്റഡ്. ആ പുള്ളിക്കാരൻ 320 രൂപ ചെയ്തു. ഓക്കെ, അതും നമുക്ക് കിലോമീറ്റർ കണക്ക് 13 കിലോമീറ്ററിന് 20 രൂപ വെച്ച് കൂട്ടിയാൽ 260 വരുള്ളൂ. ഇതിപ്പോ 296 ഉണ്ട്. അപ്പം 1 കിലോമീറ്ററിന് 20 രൂപയ്ക്ക് മുകളിൽ പോകുന്നുണ്ട്. ആവറേജ് എല്ലാ ട്രിപ്പിനും 20 രൂപയ്ക്ക് മുകളിൽ ഒലയിൽ തരുന്നുണ്ട്. ഇതുകൊണ്ടാ, ഇത് 220 കിട്ടാവുള്ളൂ. 20 കിലോമീറ്റർ ആണ്. ഇത് 260 ഉണ്ട്. അപ്പൊ അവിടെ 23 രൂപ വെച്ച് വരുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ട്രിപ്പ് 6 ട്രിപ്പ് എടുത്തിട്ടുണ്ട്. 6 ട്രിപ്പിനും 20 രൂപയ്ക്ക് മുകളിൽ നമുക്ക് ക്യാഷ് ഒലന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് ഈ സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും യൂബർ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ
ഇപ്പൊ എല്ലാം ഓണാണ്. റാപ്പിഡോയും യാത്രയും എല്ലാം ഓണാണ്. ഏതടിച്ചാലും എടുക്കാന്നുള്ള ധാരണയിൽ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ട്രിപ്പ് വരട്ടെ കേട്ടോ. ഇപ്പൊ സമയം 10:30 ആയിട്ടുണ്ട്. നമുക്ക് കൊച്ചിൻ കോളേജിന്റെ ഒക്കെ ആ ഭാഗത്തോട്ട് പോവാം. ഇതൊരു കുഗ്രാമം പോലെ കിടക്കുന്നത്, മാർക്കറ്റിന്റെ ആ ഭാഗത്താണ്. ഇവിടെ കിട്ടാൻ ചാൻസ് കുറവാണ്. നമുക്ക് തോപ്പുംപടിക്കും മട്ടാഞ്ചേരിക്കൊക്കെ ഇടയ്ക്കായിട്ട് പോയി കിടക്കാം. ഓക്കെ, അവ എവിടുന്നെങ്കിലും വന്ന് വീഴും. ചിലപ്പോൾ ആണെങ്കിൽ നമ്മൾ വണ്ടി അങ്ങോട്ട് അനക്കി കഴിയുമ്പോഴത്തേക്കും വീഴും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടുന്ന് അടുത്ത ട്രിപ്പ് അടിച്ചേക്കാണ്. പാലാരിവട്ടത്തോട്ടാണ് കേട്ടോ. യൂബറിലാണ്. 20 കിലോമീറ്റർ ഉണ്ട്. 380 രൂപ കാണിച്ചിട്ടുണ്ട്. എത്ര രൂപ എനിക്ക് കിട്ടുന്നു ചെല്ലുമ്പോ അറിയാം. ഓക്കെ, അപ്പൊ ഏതായാലും 320 രൂപ 380 രൂപ, അത് തന്നെ 380 രൂപ കാണിച്ചിട്ടുണ്ട്. എത്ര രൂപ കിട്ടുമെന്ന് അറിയത്തില്ല. ഏതായാലും നമ്മുടെ ഈ ട്രിപ്പോട് കൂടി നമ്മുടെ ഇന്നത്തെ നൈറ്റ് ട്രിപ്പ് നമ്മള് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചാട്ടോ ഇരിക്കുന്നത്. കാരണം നമ്മളൊരു ടാർഗറ്റ് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ മനസ്സിൽ കണ്ടിട്ടുണ്ട്. കാരണം 3000 രൂപ ഓടുക, 1000 രൂപ ഡീസൽ പോവും, 2000 രൂപ മാറ്റി വെക്കുക എന്നുള്ള ഇതിലാണ്. അപ്പൊ നമ്മുടെ ട്രിപ്പ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ നമ്മൾക്ക് ട്രിപ്പ് അവസാനിപ്പിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഇച്ചിരി നേരത്തെ രാവിലെ ഇന്ന് ഇറങ്ങിയ മാതിരി 6 മണി 6:50 നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പൊ നമുക്ക് പാലാരിവട്ടത്തോട്ടാണ് നമുക്ക് ഈ ട്രിപ്പ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ പാലാരിവട്ടത്ത് കൊണ്ടാക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു ചായ ഒക്കെ കുടിച്ച് നമുക്ക് പിരിയാം. അതിലേ പോകാലോടാ. അതെങ്ങനെയാ തനി മലയാളിയാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വണ്ടി ഇടയിൽ കൂടെ ചാടി പോന്ന കണ്ടു കഴിഞ്ഞാൽ വരുന്നവൻ ആ വഴി ചാടിപ്പോരും. അപ്പുറത്തോടെ പോകാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അത് ചെയ്യാല. ഓക്കെ, ഏതായാലും നമുക്ക് ഈ ട്രിപ്പ് എടുക്കാം കേട്ടാ. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് പാലാരിവട്ടത്താണ് കേട്ടാ. നമുക്ക് എവിടെന്നാ ഫോട്ടോ വെച്ചിന്ന് കിട്ടിയ ട്രിപ്പ് ഇങ്ങോട്ടകത്തേക്കായിരുന്നു. അവനെ ഇവിടെ കൊണ്ട് ഇറക്കി. നമുക്ക് 380 കാണിച്ചിട്ട് 320 തന്നുള്ളൂ കേട്ടോ. ഓക്കെ, ബാക്കി പൈസ അവരടിച്ചു. 20 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 20 കിലോമീറ്ററിന് 320 കിട്ടിയുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞാല് നമ്മുടെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പൊ സമയം 11:45 ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നിപ്പോ നമ്മള് 210 കിലോമീറ്റർ കവർ ചെയ്തു കേട്ടോ. 210 കിലോമീറ്റർ കവർ ചെയ്തിട്ട് നമ്മള് ഏൺ ചെയ്ത പൈസ ഇവിടെ വാടും. 3134 രൂപയാണ് കേട്ടോ നമ്മുടെ ഏണിങ്സ്. ഇന്നത്തെ ഏണിങ്സ് മാത്രമേ ഉള്ളൂ. പൈസ ഒന്നും ചോദിക്കരുത്. പൈസയൊക്കെ വെള്ളത്തിൽ വരച്ച മരം പോലെ ആയിപ്പോയി. 1200 രൂപ നമ്മള് CNG ഫില്ല് ചെയ്തിട്ടുണ്ട്. ബാക്കി 1800 രൂപയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.